ഹലോ ഗെയ്സ്, നമ്മൾ എപ്പോഴും ചിക്കൻ കറിയും ചിക്കൻ വറുത്തും ഒക്കെ അല്ലേ ഞാൻ വ്ലോഗ് ഇടുന്നത്. ഇന്ന് വെറൈറ്റി ആയിട്ട് വേറെ ചിക്കൻ്റെ വേറൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കുവാണ്, ചിക്കൻ തോരൻ. ചിക്കൻ തോരന് വയ്ക്കാൻ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. തേങ്ങ, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഒരു അര സ്പൂണ് പോലും ഇല്ലാത്ത മല്ലിപ്പൊടി, പിന്നെ ഇത് മീറ്റ് മസാല ലേശം, കുരുമുളകും അത് ലേശം മതി, പിന്നെ പെരുംജീരകം, പിന്നെ ഉലുവ, പിന്നെ മല്ലിയില, കറിവേപ്പില. ഇത്രയും കൊണ്ട് നമുക്ക് ചതച്ചെടുക്കാം. നമ്മൾ ചതയ്ക്കാനുള്ളതിനകത്ത് 2 വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ചെടുക്കാം. നമ്മൾ ആ ചിക്കൻ തോരൻ്റെ എല്ലാം ചതച്ച് വെച്ച് ഇതോണം ചതയ്ക്കണം. നമ്മുടെ കറിച്ചട്ടി അടപ്പ വെച്ച് ചൂടായി, ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. കറിച്ചട്ടി വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പിന്നെ കടുക് ഇടാം. 2 ഉണക്കമുളക് ഇടാം. ഇനി നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ മറ്റേ നമ്മൾ ചിക്കൻ കറിക്ക് അരിയുന്നോണം അല്ല, ഏറ്റവും ചെറുതായിട്ട് 2-3 തേങ്ങ അരിഞ്ഞിട്ടുള്ളൂ. ഏറ്റവും കനം കുറച്ച്, നമ്മൾ പായസത്തിനൊക്കെ കനം കുറച്ച് അരിയുമല്ലോ, അത് വേണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂക്കുമ്പോൾ ഉള്ളി ഇടണം. നമുക്ക് ഉള്ളി ഇടുക. ആദ്യമേ വെളുത്തുള്ളി ഇടാം, പിന്നെ ഉള്ളി ഇടാം. വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞതാ. പിന്നെ പച്ചമുളക്, തക്കാളിപ്പഴം ഇതൊന്ന് മൂക്കട്ടെന്നിട്ടിടാം. കറിവേപ്പില, നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. മറ്റേ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിന് നമ്മൾ വരണ്ട, അല്ലാതെ ചെറുതായിട്ടൊന്ന് അല്ല, അതുകൊണ്ട് മൂക്കണ്ട. ഇനി തക്കാളിപ്പഴം ഇടാം. തക്കാളിപ്പഴം ഇട്ട് ഒന്നിളക്കാം. ചിക്കൻ്റെ എല്ലൊക്കെ കളഞ്ഞ് അതിൻ്റെ മാംസം മാത്രം എടുത്ത് നമ്മൾ എല്ലാം റെഡിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. ഇത് ഞാൻ അതിനകത്തോട്ട് ഇടുവാണേ. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പിടട്ടെ. അരപ്പിട്ട് ഒന്ന് ഇളക്കി ലേശം വെള്ളം ഒഴിച്ച്, നമ്മളല്ലാതെ ഇലക്കറിക്കൊക്കെ വെക്കുന്നോണം വെള്ളം ഒഴിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഇത് വേവണ്ടേ, വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ച് ഇനി ഇച്ചിരി ലേശം മല്ലിയിലയും കരിവേപ്പിലയും കൊള്ളുക. മല്ലിയില ഇടുക. ചിക്കനല്ലേ, നമ്മൾ തോരൻ വെച്ചാലും ചിക്കൻ തന്നെയല്ലോ, അപ്പം മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് വേണ്ടേ. പിന്നെ ലേശം ഉപ്പ് ഇടുക. ലേശം ഉപ്പ് ഇളക്കി വേവട്ടെ. ഇനി അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ തോരൻ ഒന്ന് തുറന്ന് നോക്കട്ടെ, എന്തോ ആയെന്നറിയണ്ടേ. എല്ലാം പറ്റാറൊക്കെ ആയി. ഒന്നുകൂടെ പറ്റണം നല്ലോണം. അതെല്ലാം റെഡിയായി. തോരനെല്ലാം പറ്റി റെഡിയായി ഇരിപ്പുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. എന്നും നമ്മൾ ചിക്കൻ നമ്മൾ കറിയല്ലേ വെച്ച് കഴിക്കുന്നേ. വല്ലപ്പോഴും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യണം, നല്ല രസമാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഞങ്ങൾ ഒരുപാടൊന്നും എടുത്തില്ല, കുറച്ചേ എടുത്തോളൂ.